കടച്ചക്ക ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതിയും കൂടി അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക അതുകൊണ്ട് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കടച്ചക്ക എല്ലാ നാട്ടിലും അത് തന്നെയാണോ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നമ്മുടെ നാട്ടിൽ കടച്ചക്ക എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, മൊത്തം ഒന്ന് മസാല പുരട്ടി ഒരു 2-3 മിനിറ്റ് വെച്ചേക്കുക. ഒരു പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നന്നായി ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് കണ്ടോ പാനിൽ നിരത്തി ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മുരിയിച്ചെടുക്കണം. നമ്മളെ ചിപ്സൊക്കെ പോലെ ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞ് വരണം, ആ ഒരു പരുവം വരെ മുപ്പിച്ചെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മീൻ പൊരിക്കുന്നതിനെക്കാട്ടിയും അതിഗംഭീര രുചിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മാത്രമേ ആ ഒരു സ്വാദ് കിട്ടുള്ളൂ. പിന്നെ ഒന്നും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തവ ഫ്രൈ തന്നെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ട അടിപൊളി ഗംഭീര രുചിയാണ്. ഇത് ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കിണ്ണം ചോറിന് അത്ര അതിഗംഭീരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കടച്ചക്കയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.